മനുഷ്യനെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ ഒപ്പീസ് പ്രാർത്ഥനയിലെ ഓരോ വരികളും ഈ സഹോദരൻ്റെ ശബ്ദമാക്കി ദൈവസന്നിധിയോട് ചേർത്ത് വയ്ക്കാം. വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് നമുക്ക് 2 പ്രാർത്ഥനയാണ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ പ്രാർത്ഥന ഈ ആത്മാവിന് വേണ്ടി ജീവിതകാലത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കുറവുകൾ ചിന്താഗതി കൊണ്ടോ മനോഭാവം കൊണ്ടോ സംഭവിച്ചു പോയത് ഈ സ്വർഗീയ യാത്രയ്ക്ക് തടസ്സമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഈ ആത്മാവിൻ്റെ ഈശോയുമായിട്ടുള്ള മുഖാമുഖത ചെലുത്തിയ യാത്രയ്ക്ക് അനുഗ്രഹമാവണം. രണ്ടാമത്തെ പ്രാർത്ഥന ഈ ആത്മാവിനോട്, ചേച്ചിക്കും മക്കൾക്കും നിങ്ങളുടെ മുമ്പോട്ടുള്ള ജീവിത ഇടങ്ങളിൽ അനുഗ്രഹമാകുവാൻ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങളെ അറിയുന്ന, നമ്മുടെ കുറവും നമ്മുടെ ആകുലതകളും ആവശ്യങ്ങളുമൊക്കെ അറിയുന്ന ഒരാത്മാവ് സ്വർഗത്തിലുണ്ട് എന്നൊരു ബോധ്യത്തോടു കൂടെ ആവണം നാം ഇനി മുതൽ പ്രാർത്ഥിക്കേണ്ടത്. എപ്പോഴെല്ലാം ഒപ്പീസ് പ്രാർത്ഥനയുടെ ഭാഗമാകുമ്പോഴും അതിലെ ഓരോ വരികളും ഈ അപ്പൻ്റെ, ഈ ജീവിത പങ്കാളിയുടെ, ഈ മകൻ്റെ, സഹോദരൻ്റെ ശബ്ദമാക്കിയാവണം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. 2 പ്രാർത്ഥന ഓർമ്മിപ്പിക്കുന്നു. ഒന്നാമത്തെ പ്രാർത്ഥന ഈ ആത്മാവിന് വേണ്ടി, രണ്ടാമത്തെ പ്രാർത്ഥന ഈ ആത്മാവിനോട്. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്താനം രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസ്സും മൃതരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴി അങ്ങേ സുതരാനവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ, മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. തെളിവായ എന്നുടെ നാഥാ, നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാവിൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. അസ്ഥിരമല്ലോ
അതിലെ ജടികാശകളും നീർപ്പോളകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവുമതിലെ ജനികാശകളും നീർപ്പോലകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു. ഇന്നലെയുള്ളോരിന്നിവിടില്ല, ഇനി വരികില്ല. യാത്രക്കാരാ മുന്നിലതാ നിൻ കബറിടമല്ലേ. അസ്ഥിരമല്ലോ ഭുവനവുമതിലെ ജനികാശകളും നീർപ്പോളകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു. പറുദീസ ഞാൻ കണ്ടൊരു ദിനമൻ ഭാവന തന്നിൽ എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഭഗം. അസ്ഥിരമല്ലോ ഭുവനവുമതിലെ ജനികാശകളും നീർപ്പോളകൾ പോലെല്ലാം മാഞ്ഞടിയുന്നു. അകാലത്തെ ഞാൻ വിളിക്കുന്നു, മനുഷ്യനെ ഏൽപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, അഗാധത്തിൽ നിന്നെ ഞാൻ വിളിക്കുന്നു. കർത്താവേ, എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ ഇതിന്റെ പാപങ്ങളിലെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നീക്കുവാന്നേ. അകാലത്തെ ഞാൻ വിളിക്കുന്നു, മനുഷ്യനെ ഏൽപ്പിക്കുന്നതിനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ചു മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും അറിഞ്ഞുമറിയാതെയും ഈ സഹോദരൻ ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുത്ത് സ്വർഗീയ ജെറുസലേമിലേക്ക് ഈ ആത്മാവിനെ നീ പ്രവേശിപ്പിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.